എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ജൂൺ 10-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ ആർക്കൊക്കെയാണ് ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ ആർക്കൊക്കെ നേടാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നിങ്ങനെയുള്ള 2 അലോട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. SWS എന്ന് പറഞ്ഞാൽ മെറിറ്റ് സീറ്റാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് സ്പോർട്സ് കോട്ട കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മെറിറ്റ് കോട്ട തേർഡ് അലോട്ട്മെൻറ്റിനോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഒരു മെറിറ്റ് കോട്ടയുടെയും അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെയും അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണിത്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ MRS എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്കും കാണാം. നിങ്ങൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിങ്ക് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ മെറിറ്റ് കോട്ടയുടെ SWS ലിങ്കും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും, യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറാണ് ഹയർ സെക്കൻഡറിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പച്ച കളറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിൻ്റെ പ്രിൻറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഒരു പേജിൽ വ്യൂ യുവർ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള വ്യൂ യുവർ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ റാങ്കും അതുപോലെ ഒരു സ്കൂളിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഏറ്റവും ലാസ്റ്റത്തെ വിദ്യാർത്ഥിയുടെ റാങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളിൽ ആരൊക്കെയാണ് ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ടെമ്പററി അഡ്മിഷൻ ആർക്കൊക്കെയാണ് നേടാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ടെമ്പററി അഡ്മിഷൻ എന്താണ് പറയാം. ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു, നിങ്ങൾ ഒരു ഓപ്ഷൻ്റെ മുകളിൽ മറ്റു ഓപ്ഷനുകൾ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ഫീസ് നൽകാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രം നൽകി നേടാൻ സാധിക്കുന്ന അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ആർക്കൊക്കെയാണ് നേടാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ, അതായത് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. നിങ്ങൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ എനിക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ എനിക്ക് നേടാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത്
ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെ ടെമ്പററി അഡ്മിഷൻ നേടാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി. അതായത് എനിക്കിപ്പോൾ 8ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെന്ന് വിചാരിക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് നോക്കുന്ന സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ച് ഒന്നുമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സെയിം ഓപ്ഷൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി ഒരു സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ പ്രത്യേകിച്ച് നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ അവിടെ ടെമ്പററി ആയിട്ട് തന്നെ തുടർന്നാൽ മതി. അതല്ല, എനിക്കവിടെ ആ ഒരു സീറ്റ് എനിക്ക് അവിടെ തന്നെ ടെമ്പററി ആയിട്ട് തന്നെ മതി. ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് മറ്റൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്കൂളിൽ ഞാൻ പോകുന്നില്ല. കാരണം ടെമ്പററി അഡ്മിഷൻ ഓൾറെഡി എടുത്തത് കൊണ്ട് തന്നെ അവിടെ ഞാൻ ടെമ്പററി ആയിട്ട് തന്നെ തുടരുന്നതായിരിക്കും. വീണ്ടും ആ ഒരു സ്കൂളിലേക്ക് ഞാൻ പോവേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ഓൾറെഡി നേടിയിട്ടുണ്ടായിരുന്ന സ്കൂളിൽ നിങ്ങൾക്ക് സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ 8ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. എനിക്ക് ഏറ്റവും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 3ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല, നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഇവിടെ നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എന്നെ പരിഗണിക്കണം. അതായത് എനിക്ക് മറ്റൊരു ഓപ്ഷനിൽ കിട്ടിയാൽ മതി, ഈ ഒരു ഓപ്ഷൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അഡ്മിഷനായിട്ട് അവിടെ പോവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത്, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 7ാമത്തെ ഓപ്ഷനിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു വിദ്യാർത്ഥി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 5ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള അതായത് 6, 7 എന്നീ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി വിദ്യാർത്ഥിക്ക് ആ ഒരു 7ാമത്തെ ഓപ്ഷനിൽ അവിടെ അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, എനിക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു സ്കൂൾ തന്നെ മതി, അങ്ങനെയെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറ്റുന്നതല്ല. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള മുമ്പ് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഉൾപ്പെടെയുള്ള അലോട്ട്മെൻറ്റുകൾ റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. ആദ്യം ഒരു സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എന്നാൽ ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടിയത്. അതായത് ആദ്യം 7ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് വിചാരിക്കാം, 5ാമത്തെ ഓപ്ഷൻ കൊമേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക്, അതായത് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളിൽ പോവുക, വീണ്ടും ടെമ്പററി അഡ്മിഷൻ പുതുതായിട്ട് കിട്ടിയ കോഴ്സിലേക്ക് പോയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ ഓപ്ഷൻ ഏത് സ്കൂളിലാണ് അത് ആ ഒരു സെയിം സ്കൂളിൽ തന്നെയാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ആ ഒരു 2ാമത്തെ കിട്ടിയില്ല, അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് വീണ്ടും നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അങ്ങനെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് വീണ്ടും നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതും പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതും ആയിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ ആയിരിക്കില്ല നേടിയിട്ടുണ്ടാവുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ ആയിരിക്കും നേടിയിട്ടുണ്ടാവുക. അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥിക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷനോട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് അത് സെയിം സ്കൂളിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് വീണ്ടും നിങ്ങൾക്ക് ടെമ്പററി ആയോ അതായത് അല്ലെങ്കിൽ പെർമനൻറ്റോ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ അലോട്ട്മെൻ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അതായത് 7ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. ഇവിടെ ടെമ്പററി അഡ്മിഷൻ ആ ഒരു വിദ്യാർത്ഥി നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 5ാമത്തെ ഓപ്ഷന് താഴെ 6, 7 ഓപ്ഷനുകൾ റദ്ദായി. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ ഉൾപ്പെടെ റദ്ദായി പോയി. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു സ്കൂളാണെന്ന് വിചാരിക്കുക. സെയിം സ്കൂളിലെ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നില്ല,
മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോവുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങുക, പുതുതായിട്ട് കിട്ടിയുള്ള സ്കൂൾ എവിടെയാണോ അവിടേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ആണ് വേണ്ടതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടുക. ഇത്രയും മാത്രമാണ് വേണ്ടത്. ഇനി ടെമ്പററി അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ് ആവശ്യമുള്ളത്. രണ്ടാമത്തേത് SSLCയുടെ റിസൾട്ടിൻ്റെ കോപ്പി. SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയവർ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ എടുക്കുക. അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ NMMS, LSS, USS, അതുപോലെ തന്നെ ഉള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്തൊക്കെയാണ് അപേക്ഷയിൽ കൊടുത്തത് ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ എടുക്കണം. അതൊരു ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 2 ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് ചില സ്കൂളുകളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കും. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ചില സ്കൂളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും, അതായത് താമസ രേഖയാണ്. അപ്പോൾ അത് ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റേഷൻ കാർഡ് എടുത്താൽ മതി. റേഷൻ കാർഡും അതിനോടൊപ്പം അതിൻ്റെ ഒരു കോപ്പി, അത് ഫോട്ടോസ്റ്റാറ്റ് കൂടി എടുക്കുക. സ്കൂളിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി മാത്രമേ, അത് ഫോട്ടോസ്റ്റാറ്റ്, റേഷൻ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒറിജിനലൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പററി അഡ്മിഷന് യാതൊരുവിധ ഫീസും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.